ഞാൻ ആദ്യമായിട്ട് റെസിനായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണിട്ടത്. അപ്പോൾ ഞാനുള്ളത് മസ്കറ്റിലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ നമുക്ക് പെട്ടെന്ന് ഐറ്റംസ് കിട്ടില്ല, മാത്രമല്ല നല്ല വിലയായിരിക്കും. അപ്പോൾ കുറേ കടകളൊക്കെ അവിടെ കയറി ചോദിച്ചു, പക്ഷെ കിട്ടിയില്ല. പിന്നെ ഒരെണ്ണം കിട്ടിയതാണെങ്കിലും നമ്മുടെ റെസിനും ഹാർഡ്നറും പൊട്ടിയിരുന്നേ, കാലപ്പഴക്കം ചെന്നതായിരുന്നേ. അപ്പോൾ ഞാനാണെങ്കിലോ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ ഉണ്ട് ഒരു പേജ് കിട്ടി. അപ്പോൾ അവർക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ ക്ലോസ് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഐറ്റംസ് വിറ്റ് തീർക്കാൻ നോക്കാമെന്ന് പറഞ്ഞു. നമ്മളാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റെസിനാട്ട് വർക്കൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ഹാരടിച്ചിരിക്കുക, പെട്ടെന്ന് ഉണ്ടാക്കണം. അതും ഞങ്ങളുടെ ആനിവേഴ്സറി വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് അവർക്ക് ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ അവർ വന്നോളാൻ പറഞ്ഞു, റെസിനുണ്ട് തരാമെന്ന് പറഞ്ഞു, മോൾഡും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അത്യാവശ്യം റേറ്റ് കുറവിനാണ് കേട്ടോ കിട്ടിയത്. ആ ഒരു 2 മോൾഡാണിത്, അതുപോലെ റെസിനും. അപ്പോൾ ഒന്ന് മക്കളുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, ഒരെണ്ണം ഞങ്ങളുടെ ആനിവേഴ്സറി സ്പെഷ്യലായിട്ടും. അപ്പോൾ കുട്ടികളുടെ ഫോട്ടോസ് ഇങ്ങനെയൊക്കെ വെച്ചതിന് ശേഷം ഫിംഗർ പ്രിൻ്റാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഒരു പൂവിൻ്റെ ഷേപ്പിൽ ചുറ്റും കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ, ഇങ്ങനെ വിരലൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ മോനും ചെയ്തു. അപ്പോൾ 2 പേരുടെ വിരലുകൾ വെച്ചിട്ട് നമ്മളിങ്ങനെ സൈഡിൽ ഒരു ഡിസൈൻ പോലെ ഇങ്ങനെ കൊടുത്തു. പിന്നെ ഞാനെടുത്ത ഫോട്ടോ ക്വാളിറ്റി അധികം ഇല്ലാത്ത പേപ്പറിലായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു മിസ്റ്റേക്ക് അവിടെ സംഭവിച്ചു, നല്ലോണം മങ്ങി. അതുപോലെ നമ്മുടെ ഈ റെസിനും ഫസ്റ്റ് മേടിച്ച പൊട്ട റെസിൻ ഉണ്ടല്ലോ, ലാസ്റ്റ് അതൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ചെറിയൊരു മങ്ങലും വന്നു. പിന്നെ നമ്മുടെ ഫ്ലവർ കറക്റ്റായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഫ്ലവറൊക്കെ ഞാൻ ബുക്കിൻ്റെ ഉള്ളിൽ വെച്ച് ഉണക്കിയെടുത്തതാണ്, പക്ഷേ ഉണക്കം അത്രയും വരാത്തത് കൊണ്ട് ഇപ്പോൾ അതിന് ചെറിയൊരു മങ്ങൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ഞങ്ങൾ രണ്ടാളിലും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫ്ലവറിൻ്റെ മുകളിൽ വെച്ച് പിന്നെ ഒരു ടാഗും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മുത്തൊക്കെ എടുത്ത് ഇട്ടു സൈഡിൽ. പിന്നെ മക്കളുടെ വർക്കിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ബ്ലാക്ക് കളറ് ചേർത്ത് അതിൽ ബാക്കിയുള്ള ഗ്ലിറ്ററൊക്കെ ഇട്ടിട്ട് ഇളക്കി. പിന്നെ ബാക്കി വന്ന റെസിൻ ഇതുപോലെ ന്യൂട്ടെല്ലയുടെ കുപ്പിയുടെ ഒരു മൂടിയായിരുന്നേ, അതിലൊഴിച്ച് വെച്ചു. എന്നിട്ട് കളറുകളൊക്കെ ഇങ്ങനെ ഇട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മളിത് ഉണ്ടാക്കിയ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമല്ലോ ഇത് ഹാർഡായി കിട്ടാൻ. ഇത് എത്രയോ 2-3 തവണയായിട്ടാണ് റെസിൻ ഒഴിച്ചിട്ടുള്ളത്. ആദ്യത്തെ തവണ നമ്മൾ ഫോട്ടോസും പൂക്കൾ വെച്ചു, അതൊന്ന് സെറ്റായിട്ടാണ് ഫോട്ടോസ് വെച്ചത്. പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെയും റെസിൻ എടുത്ത് ഒഴിച്ചു. അപ്പോൾ മോൾക്കൊക്കെ ഇവിടെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, ഈ സാധനം എങ്ങനെ ഉണ്ടാവും, എനിക്ക് ആ മോൾഡിൽ നിന്ന് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നത്. അങ്ങനെ ആനിവേഴ്സറി ഡേ തന്നെ നമ്മൾ ഇത് ഡിമോൾഡ് ചെയ്തിട്ട് എടുത്തു. ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് സർപ്രൈസായിട്ട് കൊടുക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഐറ്റംസ് എല്ലാം മേടിക്കാനായിട്ട് ഹസ്ബൻഡ് കൂടെയാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് സർപ്രൈസ് ഒന്നും ആക്കാൻ പറ്റിയില്ല, പക്ഷേ വളരെ സന്തോഷമായിരുന്നു കേട്ടോ. നമ്മൾ ചെയ്ത വർക്കല്ലേ. അപ്പം കണ്ട ഇതിലിപ്പോൾ ഫോട്ടോസ് 2 പെട്ടെന്ന് അങ്ങോട്ട് ഫെയ്ഡായി. പിന്നെ ഈ 2 മുകളിലും 2 രീതിയിലാണ് റെസിൻ ഒഴിച്ചിട്ടുള്ളത്. ഈ ഫോട്ടോസൊക്കെ കമഴ്ത്തി വെച്ചിട്ടാണ് ഒഴിച്ചത്, അതുകൊണ്ടായിരിക്കും ഇത്രയും ഫെയ്ഡ് വന്നത്. പിന്നെ ഞങ്ങളുടെ ഫോട്ടോസിൻ്റെ മുകളിൽ കൂടിയാണ് റെസിൻ ഒഴിച്ചത്. ഇനി അതുകൊണ്ടാണോ അതിന് വലിയ കുഴപ്പം പറ്റാഞ്ഞ് എന്നറിയില്ല കേട്ടോ. അപ്പോൾ അതേ മോൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള പൂക്കൾ ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. 1 റിയാലിന് ഒരു 9 പൂ കിട്ടി. അതുപോലെ അവിടെ വേസ്റ്റായിട്ട് വന്നിട്ടുള്ള കുറച്ച് റോസാപ്പൂവിൻ്റെ ഇതളുകളും എടുത്തു. പിന്നെ ഇത് ചെറിയൊരു മോൾഡിലായതുകൊണ്ട് നമുക്ക് അധികം പൂക്കളൊന്നും വയ്ക്കാൻ പറ്റിയില്ല, വളരെ കുറച്ച് ഞാൻ വെച്ചത്. പക്ഷെ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഉണ്ടാക്കി നോക്കിയതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.